സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെതുപോലെയുള്ള ഹല്ലേലൂയ സ്വരം ഞാൻ കേട്ടു. കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിന്റെ ഒരുക്കങ്ങളും ഞാൻ കണ്ടു. സാത്താനും അവന്റെ കൂട്ടാളികളും ജീവന്റെ ഗ്രന്ഥത്തിൽ പേരില്ലാത്തവരും അഗ്നി തടാകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഭയാനക ദർശനം ഞാൻ കണ്ടു. ശേഷം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണപ്പെട്ടു. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഒരുക്കപ്പെട്ടു. കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. ക്രിസ്തുവിന്റെ പ്രത്യാഗമന ദർശനവും ഞാൻ കണ്ടു. ഇതാ, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാൻ അവിടുന്ന് വരുന്നു. ഒത്തിരി നന്ദി യോഹന്നാൻ ശ്ലീഹായെ. ഈശോയുടെ രണ്ടാം വരവിനായിട്ട് ലോകത്തെ ഒരുക്കേണ്ടതിന്റെ അതിന്റെ ഒരു ഏർജൻസി ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിന്. തീർച്ചയായും ഞങ്ങൾ ഭൂമിയിൽ ചെല്ലുമ്പോൾ ഈശോയുടെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കാൻ ഞങ്ങളും പങ്കുകാരാകും. അടുത്തതായി നമുക്ക് സ്വർഗം എങ്ങോട്ടാണ് നമ്മൾ നയിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, പോകാം. ഇതൊരു എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെ പറയാവുന്ന ഒരു വിശുദ്ധനാണ്. വെറും 14-ാമത്തെ വയസ്സിൽ അസാമാന്യ ധൈര്യത്തോടെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സന്തോഷത്തോടെ മരണം വരിച്ച കുഞ്ഞു വിശുദ്ധൻ, വിശുദ്ധ ജോസ് സാഞ്ചസ് ദെൽ റിയോ. വിശുദ്ധ ജോസ് സാഞ്ചസ് എന്ന് കേൾക്കുമ്പോൾ ക്രിസ്തീയ കുഞ്ഞുങ്ങളുടെ ഇടയിലും യുവതി യുവാക്കളുടെ ഇടയിലും വളരെ പ്രചാരത്തിലുള്ള ഒരു വാക്യമുണ്ട്, വിവാ ക്രിസ്റ്റോറെ, അല്ലെങ്കിൽ ക്രിസ്തു രാജാവ് നീണാൽ വാഴട്ടെ. വിശുദ്ധ ജോസ് സാഞ്ചസ്, അങ്ങയുടെ ജീവിതവും വിവാ ക്രിസ്റ്റോറയുമായിട്ടുള്ളൊരു ബന്ധം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? വിവാ ക്രിസ്റ്റോറെ, ഈശോ രാജാവാണെന്ന് എല്ലാവരോടും പറയുന്നത് എനിക്ക് ഹരമായിരുന്നു. ഈശോ രാജാവ് വഴിയുള്ള രാജ്യത്തേക്ക് പോകാൻ എനിക്ക് കൊതിയായിരുന്നു. ഈശോ രാജാവും ഞാൻ ആ രാജാവിക്ക് വേണ്ടി മരിക്കാൻ റെഡിയായിട്ടൊരു സോച്ചറും. അതായിരുന്നു എന്റെ സ്വപ്നത്തിൽ എപ്പോഴും ഒരു ചിത്രം. മെക്സിക്കോയിൽ കത്തോലിക്ക സഭയുടെ നേരെ ഭരണതലത്തിൽ ഒത്തിരി പീഡനങ്ങൾ നടക്കുന്ന സമയമാണ് അത്. വൈദികനെ പിന്തുടർന്ന് വേട്ടയാടുകയും പരിശുദ്ധ കുർബാനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുന്ന സമയം.